ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു വലിയ ഡയറക്ടറും അല്ല, ഞാൻ ഒരു ഫിലിം സ്കൂളിൽ പോയിട്ടുമില്ല. ഞാനിവിടെ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ഇൻ്റർവ്യൂസും കുറേ സിനിമകളും ഒരുപാട് സ്ക്രിപ്റ്റ്സും ഞാൻ വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വിത്തൗട്ട് വെയിറ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. So what is a script? ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വെറും ഡയലോഗ്സ് മാത്രമല്ല. ഇറ്റ്സ് ആക്ച്വലി ദി ഹാർട്ട് ഓഫ് ദ ഫിലിം. ഇറ്റ് ടെൽസ് ദി വാട്ട്, വൈ ആൻഡ് ഹൗ ഓഫ് എവറിഥിങ്. ലൈക്ക് വാട്ട് ഹാപ്പൻസ് ഇൻ ദ സീൻ, വൈ ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് ഹൗ ഷുഡ് വി ഫീൽ അബൌട്ട് ഇറ്റ്. അതിനകത്ത് ആക്ഷൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, സൈലൻസ് ഉണ്ട്. ഒരു നല്ല സ്ക്രിപ്റ്റ് നിങ്ങൾ വായിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു സിനിമ ഓടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരുപാട് പുതിയ റൈറ്റേഴ്സും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഡയലോഗ്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ സിനിമ എന്നാണ് വിചാരിക്കുന്നത്. മീൻസ് അതിൻ്റെ ആ ഒരു കോർ സാധനങ്ങൾ മാത്രം. ഫോർ എക്സാമ്പിൾ, അയാൾ ദേഷ്യപ്പെടുന്നു എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കത്തില്ല. നേരെ തിരിച്ച് ആ റൂമിലുണ്ടായിരുന്ന ഒരു കസേര അയാൾ വലിച്ച് ദൂരേക്ക് എറിഞ്ഞു, അയാൾ ബലമായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഒരിക്കലും നമ്മൾ ചുമ്മാ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾ ദേഷ്യപ്പെടുന്നു, എങ്ങനെ ദേഷ്യപ്പെട്ടു, അതൊരു ചോദ്യമാണ്. അപ്പോൾ ദേഷ്യത്തിന് തന്നെ പല ലെവലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുന്ന രീതിയിൽ, അതായത് നമ്മൾ സ്റ്റോറി ടെല്ലിംഗ്, അതായത് സിനിമ എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഒരു ചെറിയൊരു ചാലഞ്ച് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം. നിങ്ങൾ ഒരു സീൻ എഴുതണം, ഒരൊറ്റ സീൻ എഴുതിയാൽ മതി. പക്ഷെ അതിനകത്ത് ഡയലോഗ്സേ വരാൻ പാടില്ല. അത് വായിക്കുന്ന ആർക്കും ഒരു സിനിമ കണ്ടൊരു ഫീൽ തോന്നണം, മനസ്സിലായില്ലേ? ഒരൊറ്റ സീൻ എഴുതുക, ഡയലോഗ്സേ വരാൻ പാടില്ല, പക്ഷെ വായിക്കുന്ന ആൾക്ക് എന്തോ ഒരു സിനിമ കാണുന്ന പോലെ ഫീൽ ചെയ്യണം. ഇനി ഏതൊരു സ്ക്രിപ്റ്റ് എഴുതണമെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഐഡിയ ആണ്. ഇനി എങ്ങനെ യൂണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഐഡിയാസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഉള്ളതാണ്. അത് നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. ഉദാഹരണത്തിന്, ഓരോ മാസത്തെയും ബില്ലുകൾ അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛൻ അനുഭവിക്കുന്ന വേദനയെ കുറിച്ചും ചിന്തിച്ച് നോക്കിയാൽ അവിടെ ഒരു ഐഡിയ കിട്ടും. ഒരുപാട് വീമ്പിളക്കുന്ന ചില മാമന്മാരും നമുക്ക് കാണും, മനസ്സിലല്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കര പേടിയുള്ളവന്മാരായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് സഡൻലി ഒരു കപ്പിളിനെ കാണുമെന്ന് വിചാരിച്ചോ. അവരാക്ച്വലി ഒരുപാടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊത്തവും അവർ തമ്മിൽ കൈ കോർത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുക, മനസ്സിലായില്ലേ? സോ അവിടെ ഒരു സസ്പെൻസ് ഉണ്ട്. അവിടുന്ന് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാം. ഈ കിട്ടുന്ന ഐഡിയകളെല്ലാം ഭയങ്കര റിയൽ ആയിരിക്കും, ഭയങ്കര റോ ആയിരിക്കും. ഇനി ഇങ്ങനത്തെ ഐഡിയകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനകത്ത് കുറേ പേഴ്സണൽ പെയിൻ കാണുമായിരിക്കും, മനസ്സിലായില്ലേ? ആ പേഴ്സണൽ പെയിനിനെ നമ്മൾ എന്തെങ്കിലും ട്രിഗർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സ്റ്റോറിക്കുള്ള ഒരു ത്രെഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇനി അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇഫ് എന്നുള്ള പറയുന്ന കാര്യമാണ്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, അല്ലെ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ. അതായത് ഇപ്പോൾ ഒരു ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് പറയാം. ഒരു സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഹിറ്റ്മാൻ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് കാര്യം, സൊസൈറ്റി സൈക്കോയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഹിറ്റ്മാൻ, മനസ്സിലായില്ലേ? ഇതൊക്കെ പണ്ട് തൊട്ടേ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ, നിങ്ങളുടെ POV അത് എങ്ങനെ ഷേപ്പായി വരുന്നു, അതാണ് ഒരു മികച്ച സിനിമയായിട്ട് മാറുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സൈലന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റും വരുന്ന ആൾക്കാരെയും നടക്കുന്ന സംഭവങ്ങളെയും സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ഈ സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പോയി ആരെങ്കിലും കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നവരിങ്ങനെ തുറച്ച് നോക്കുകയോ എല്ലാവരും ചെയ്യുന്നതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയോ, അതൊന്നുമല്ല സൈലന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചെയ്യുന്ന സൈലന്റ് ഒബ്സർവേഷൻ കാരണം വേറൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ ചാൻസ് പാടില്ല. മാത്രമല്ല, നിങ്ങൾ സൈലന്റ്ലി ഒബ്സർവ് ചെയ്യുന്ന കാര്യം അവർക്ക് ഒരുമാതിരി അവരെ സ്റ്റെയർ ചെയ്യുന്ന കണക്ക് തോന്നാൻ പാടില്ല, മനസ്സിലായില്ല? എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ജസ്റ്റ് സൈലന്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക, എന്താണ് നടക്കുന്നത്, ഓരോരുത്തർ എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അയാളുടെ ഹാൻഡ് മൂവ്മെന്റ് ശ്രദ്ധിക്കുക, അയാളുടെ ആ ഒരു ദേഷ്യം വരുന്ന പാറ്റേൺ ശ്രദ്ധിക്കുക, അയാൾ എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സോ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ട്രേറ്റ്സ് കിട്ടും. ഇനി അവരുടെ സംസാര രീതിയിൽ, ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയാൽ തന്നെ ഒരുത്തർ ബില്ല് പേ ചെയ്യുന്ന രീതി നിന്നുകൊണ്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ മെന്റൽ ഒരു ഇതും നമുക്ക് മനസ്സിലാവും. അറ്റ് ദ സെയിം ടൈം പൈസ ഇല്ലാതിരുന്നിട്ട് ബില്ല് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർ കാണിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. 3 things. നമ്പർ 1, ഏതെങ്കിലും ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ നോട്ട് പാഡിൽ തന്നെയോ ഒരു ദിവസം ഒരു പേജെങ്കിലും എഴുതാമെന്നൊക്കെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷെ ഒരു വരി ഇത് നിങ്ങൾ എഴുതണം. ആ വരി എന്ന് പറയുന്നത് ഭയങ്കര യുണീക്ക് ആയിരിക്കണം, മനസ്സിലായില്ലേ? നിങ്ങൾ ഡെയിലി കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്തയിലൂടെ ചെയ്തു നോക്കണം. ഓക്കെ. രണ്ടാമത്തത്, ഇന്ന് നിങ്ങൾ വൈകുന്നേരം പുറത്തു പോകുമ്പം ആരെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും, മനസ്സിലായില്ലേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആരെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുക. അതിനൊരു ഡിസ്ക്രിപ്ഷൻ ചുമ്മാ എഴുതി നോക്കുക.
മൂന്നാമത്തത് ഒരു 5 വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ് എഴുതുക. അത് വാട്ട് ഇഫ് ഇങ്ങനെ ആയിക്കോടാ, വാട്ട് ഇഫ് അങ്ങനെ ആയിക്കോടാ എന്നുള്ള രീതിയിൽ ഒരു 5 ക്വസ്റ്റ്യൻസ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു പെൺകുട്ടി ഒരു കള്ളനുമായിട്ട് പ്രണയത്തിലാവുന്നു, വാട്ട് ഇഫ് അങ്ങനെ എന്നുള്ള രീതിയിൽ നിങ്ങളുടേതായ ഒരു ഇമാജിനേഷൻ, മനസ്സിലല്ലേ, നോട്ട് ഫോഴ്സിങ് എനിവൺ ടു ഡു എനിത്തിങ്, നിങ്ങളുടേതായ ഒരു ഇമാജിനേഷനിൽ കുക്ക് സംതിങ് അപ്പ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് എ ഫിലിം. അതായത് ഈ 3 ആക്ട് സ്ട്രക്ചർ എന്ന് ആൾക്കാർ പറയുമല്ലോ, യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ 3 ആക്ട് സ്ട്രക്ചർ? ശരിക്കും നമ്മൾ 3 ആക്ട് സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ ഇത് ജസ്റ്റ് എന്താ പറയുന്നത് സായിപ്പ് കണ്ടുപിടിച്ചൊരു സാധനം മാത്രമാണോ? നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഷോർട്ട് ഫിലിംസ് എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബേസിക് ടിപ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് എൻ്റെ ഈ ചാനലിൽ തന്നെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഹാവ് എ ലുക്ക്. സോ വേഗം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ചാനൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ.